ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. അതിനാദ്യം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായി വാഷ് ചെയ്യണം. പീസാക്കിയിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ പുഴുങ്ങിയാൽ നല്ലതുണ്ടാവും, അധികം വെള്ളം കയറില്ല. ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അവിടെ തോട് കളഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒക്കെ നന്നായി മാഷ് ചെയ്തെടുക്കണം. പച്ചമുളകൊക്കെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. മല്ലിയില, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളകും പൊടി ഇട്ട് നന്നായി ഒരു മാഷർ വെച്ചിട്ടോ അതിൽ കൈ കൊണ്ടോ നന്നായി മാഷ് ചെയ്തെടുക്കാം. സവാള പൊടി അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ കോൺഫ്ലവർ എല്ലാം പാടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് നന്നായി ഉടച്ചെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. നന്നായി ചേർത്തെടുക്കാം. അതിൽ ഈ കുഴച്ചതൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഓയിൽ വറ്റണം കൈമേലും. അതുപോലെ തന്നെ ഇതേമാരത്തെ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഇലയില്ലേ, വാഴയുടെ ഇല, അതായാലും അത് വാട്ടിയിട്ട് എടുത്താലും മതി. ഇത് നമുക്കൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പറ്റി കൊടുക്കുക. കുറച്ച് കനത്തിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് കനുണ്ടായിട്ട് ഇതിങ്ങനെ വേണമെന്നൊന്നുമില്ല, നമ്മളെ കയ്യിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചെറുതാക്കി എടുത്താലും മതി. പക്ഷെ ഇങ്ങനെയൊക്കെ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പീസാക്കിയിട്ട് എടുക്കാം. എല്ലാതേമാതിരി നന്നായി പീസാക്കി എടുക്കുക. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അതിനാണ് സവാളൊക്കെ ചെറുതാക്കി അരിയാൻ പറയുന്നത്. ഇനിയിപ്പോൾ സവാള ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതൊക്കെ പൊരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചപ്പോൾ അതിൽ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേമാതിരി നമുക്കിത് മുരിഞ്ഞതിന് ശേഷം എടുക്കാം. നല്ലോണം മുരിയാണ്. തീ ചെറുതാക്കി വെച്ചെടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒന്ന് തീ കൂട്ടി കൊടുത്താൽ മതി. അത് മുരിയൊക്കെ അതിൽ കിടന്നിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേണ്ട, ഇതേമാതിരി കിട്ടും. തിരിച്ചിടുമ്പോൾ നല്ല മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ മറ്റേ സവാള അങ്ങനത്തെ ഒന്നും ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും മുരിഞ്ഞോട്ടെ. ആ വശം നല്ലോണം മുരിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. തീ ഒന്നും ചെറുതായി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളാക്കി വെച്ചു. ഒറ്റയടിക്ക് തന്നെ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ നമുക്ക് ഉള്ളൊന്നും വന്ന് കിട്ടില്ല.
കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് ശരിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം എടുക്കാം. നമുക്ക് എടുക്കാം. ഇനി ഇതെല്ലാം ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ പൊരിച്ചതൊക്കെ അവിടെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ. ഇതിപ്പോൾ നമ്മളെ കയ്യിലങ്ങിട്ട് ഉരുട്ടിയെടുത്താലും മതി കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ നല്ല ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതുമാതിരി കുറച്ച് സോസ് എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. കമൻറ്റും ചെയ്യണേ. ബൈ.